ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി. എൻജിൻ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പെട്രോൾ മീറ്റർ വർക്കിംഗ് കറക്റ്റ് അല്ല. അതേപോലെ മൈനർ ചെക്കപ്പ്, അങ്ങനെ 1-2 വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഓയിൽ ലീക്കിൻ്റെ കേസ് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് അതിൻ്റെ ഈ ക്ലച്ച് എഞ്ചിൻ്റെ ഈ റൈറ്റ് സൈഡ് കവറിൻ്റെ ഉള്ളിലത്തെ ഗ്യാസ്കറ്റ് കംപ്ലൈൻറ്റ് വന്നിരുന്നതാണ്. ക്ലച്ച് കവറിൻ്റെ ഈ ഭാഗത്തൊക്കെ ഗ്യാസ്കറ്റ് ചതഞ്ഞ് പോയേക്കാണ് ലീക്ക് വരാൻ കാരണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം വണ്ടി നമ്മൾ സൈഡ് സ്റ്റാൻഡിലേക്ക് വയ്ക്കുമ്പോൾ ഈ പീസോട്ട് പൊട്ടിയിരിക്കുക. അതുകൊണ്ടോ സൈഡ് സ്റ്റാൻഡിലേക്ക് വയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒഴുകണതാണ് ആ കംപ്ലൈൻറ്റ്, ആ സൈഡ് ലീക്ക് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ. ഗ്യാസ്കറ്റ് ലീക്ക് റൈറ്റ് സൈഡിലാണ്, പക്ഷേ ലീക്ക് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നത് ലെഫ്റ്റ് സൈഡായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ പ്രോബ്ലം. ഞാനപ്പോൾ അത് അഴിച്ചായിട്ട് ഗ്യാസ്കറ്റൊക്കെ മാറ്റുന്നുണ്ട്. കൂട്ടത്തിൽ കൂടെ നമ്മളതിൻ്റെ സ്ക്രീൻ ഫിൽറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ഫിൽറ്റർ അത്യാവശ്യം കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൂടി കൂട്ടത്തിൽ കൂടെ ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. പിന്നെ പെട്രോൾ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂവലിൻ്റെ ടാങ്കിനകത്ത് വരുന്ന ഫ്ലോട്ട് യൂണിറ്റിൻ്റെയാണ് പ്രശ്നം. അപ്പോൾ ഞാനത് പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. മാക്സിമം റിപ്പയർ ചെയ്ത് തരാൻ പറ്റിയ ആ രീതിയിൽ നമുക്ക് ചെയ്തിടാം കേട്ടോ. പിന്നെ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു ഇളക്കം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ വീലിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റാണ്. വീൽ ബെയറിങ് പോയി കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗട്ടറിലോ ഒക്കെ ചാടുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ഒരു അടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വീൽ ബെയറിങ് കൈയോടെ മാറ്റിയിടുന്നത് നല്ലത്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിസ്കിൻ്റെ പ്ലേറ്റ് അതേപോലെ തന്നെ ഡിസ്ക് പാഡും തമ്മിൽ ടച്ച് ആയിക്കൊണ്ടിരിക്കും ഓട്ടത്തിൽ തന്നെ. അപ്പോൾ ഒന്നാമത് പാഡ് പെട്ടെന്ന് തീരും, അതിനേക്കാളും ഒരു ഡിസ്ക് പ്ലേറ്റിനും കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കൈയോടെ നമുക്ക് ആ ബെയറിങ് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കൂടി നമുക്ക് മാറ്റിയിടാം കേട്ടോ. എൻജിൻ ഓയിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് ആ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ അഴിക്കുമ്പോൾ കുറച്ച് ഓയിൽ പോകും തരും. അപ്പോൾ അതൊന്ന് ആ കുറവുള്ളത് മാത്രം ഒന്ന് ടോപ്പപ്പ് ചെയ്യാം. ഓയിൽ പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് വലിയ തെറ്റ് തോന്നണില്ല. പിന്നെയുള്ളത് ആ ചെയിന് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ചെറിയൊരു അടിയുണ്ട് ചെയിനൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഈ സൈലൻസറിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ വേട്ടാളം കൂട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കുത്തി കളഞ്ഞേക്കാം അത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഏകദേശം നമുക്കൊരു 12 മണി 12:30 മാക്സിമം 1 മണിക്കുള്ളിൽ എടുക്കാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ.